السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന എത്ര ജീവിതത്തിൽ പകർത്താനും ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി എന്നിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിന് ലഭിക്കുന്ന എല്ലാവിധ ഫദ്ലുകളും ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിക്കേണ്ട, തഫ്സീർ മനസ്സിലാക്കേണ്ട സൂറത്തു അൽ സൽസലയാണ്. അസ്സൽസല എന്നത് പ്രകമ്പനം കൊള്ളിക്കപ്പെടൽ അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിക്കൽ എന്നർത്ഥം വരുന്ന ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമിക്ക് സംഭവിക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് അറിയിക്കുന്ന ഒരു സൂറത്താണ്. വെറും 8 ആയത്തുകൾ മാത്രം ഉള്ള ഈ സൂറത്ത് സഹോദരങ്ങളെ, സ്വഹാബികളിൽ ചിലരെ കരയിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉൻസിലത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വ അബൂബക്കറിൻ സിദ്ദീഖു ഖാഇദ് ഫബകാ ഹീന ഉൻസിലത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫബകാ ഹീന അൻസലത്, ഫബകാ ഹീന ഉൻസിലത്, അത് ഇറങ്ങിയപ്പോൾ അവിടുന്ന് കരയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക യാ അബൂബക്കർ, അബൂബക്കർ നിന്നെ കരയിച്ചത് എന്താ? ഖാല യുബ്കീനി ഹാദി, എന്നെ കരയിച്ചത് ഇതാ, ഈ സൂറത്താണെന്ന് പറഞ്ഞു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്തിൽ പറയുന്ന പരലോകത്തെ ഭയാനകമായ സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് സംഭവിച്ചു പോകുന്ന തിന്മകളെക്കുറിച്ചെല്ലാം അല്ലാഹു തആല കൃത്യമായി ചോദ്യം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭയമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടുണ്ടാകണം. അവിടുന്ന് പറഞ്ഞു, ലൗല അന്നകും തുഖ്തിഊന വതുദ്നിബൂൻ, നിങ്ങൾ തിന്മ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ തെറ്റുകാരാകുന്നില്ലെങ്കിൽ, ഫയഗ്ഫിറല്ലാഹു ലക്കും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യില്ലായിരുന്നു. അല്ലാഹു തആല പറയുന്നു, ഫയഗ്ഫിറുല്ലാഹു ലക്കും ലാ ഖലഖല്ലാഹു ഉമ്മതൻ യുഖ്തിഊന വയുദ്നിബൂന ഫയഗ്ഫിറ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മറ്റൊരു ജനങ്ങളെ കൊണ്ടുവരികയും അവർ പാപം ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അതായത് ആദം സന്തതികൾക്ക് പാപങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അത് നിശ്ചയമായും ഉണ്ടാകുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവരിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അബദ്ധം സംഭവിച്ചാൽ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് ഏറ്റവും ഖൈറുള്ള ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സൂറത്ത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ സിൽസാലഹ, അതിൻ്റെ ഭയങ്കരമായ ആ പ്രകമ്പനം,
സൽസല എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം പ്രകമ്പനം കൊള്ളുക എന്നുള്ളതാണ്. ഇദാ സുൽസിലത്തിൽ അർളു, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമിക്ക് പ്രകമ്പനം ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ സംഭവിക്കുന്ന പ്രകമ്പനങ്ങളല്ല. സാധാരണഗതിയിൽ ഭൂമിക്ക് പ്രകമ്പനങ്ങൾ ഉണ്ടാകാറുണ്ട്, അതിന് ഇളക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, ഭൂമി കുലുക്കങ്ങൾ പലതും ലോകത്ത് സംഭവിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് യഥാർത്ഥ പരലോക ഖിയാമത്ത് നാളിനു മുന്നോടിയായിട്ടുള്ളതാണ് തുടർച്ചയായിട്ടുള്ള ഭൂമി കുലുക്കങ്ങൾ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യം, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ലഹരി ബാധിച്ചതുപോലെ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിയാതെ അന്ന് പ്രസവിക്കാനുണ്ട സ്ത്രീകൾ പോലും പ്രസവിച്ചു പോകുന്ന ആ ഭയാനകമാകുന്ന സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹജ്ജിന്റെ ആദ്യ 2 ആയത്തുകളിൽ പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം, തീർച്ചയായും ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ആ പ്രകമ്പനം അത് വമ്പിച്ച കാര്യമാണ്. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്രയും ഗൗരവമുള്ള കാര്യമാണ്. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, അന്നേ ദിവസം മുലയൂട്ടുന്ന ഓരോ സ്ത്രീയെയും നിനക്ക് കാണാൻ സാധിക്കും. അവൾ മുലയൂട്ടുന്ന ആ കുട്ടികളെ തൊട്ട് അവർ അശ്രദ്ധരായി പോകും, അവർക്ക് ഓർമ്മയുണ്ടാവുകയില്ല. ആ ഭയാനത കാരണം ആ ചെറിയ പിഞ്ചു കുട്ടിയെ പോലും അവർ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ആകെ പ്രയാസത്തിലായി പോകും. പ്രസവിക്കാനായ സ്ത്രീകളെല്ലാം ഈ ഭയപ്പാട് കാരണത്താൽ, ആ പേടി കാരണത്താൽ പ്രസവിച്ചു പോകും. ജനങ്ങളെല്ലാം ലഹരി ബാധിച്ചതുപോലെ, മത്തുപിടിച്ചതുപോലെ ഒന്നും മനസ്സിലാകുന്ന, അവരുടെ ബുദ്ധി ആകെ മരവിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒമാഹും ബിസുക്കാറ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരൊന്നുമല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, പക്ഷെ അല്ലാഹു തആലയുടെ അദാബ്, അവന്റെ ശിക്ഷ അത് കഠിനമായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ആ നിലക്കുള്ള സൽസലത്തിനെ കുറിച്ചാണ്, ഭൂമിയുടെ പ്രകമ്പനത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ പറയുന്നത്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ആ സംഭവ വികാസങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള പല സൂറത്തുകളെയും ആലോചിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നരച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത്രയും പേടിയുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്കൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ വലിയൊരു അപകടങ്ങൾക്ക് നമ്മൾ എപ്പോഴും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഈ ആയത്തുകൾ ഈ നിലക്ക് പാരായണം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് മനസ്സിലെ ചെറിയൊരു വലിയ ഭയാനകമായ ഒരു ശബ്ദം നമ്മുടെ അടുക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കൽബിന് സംഭവിക്കുന്ന ആ പേടിയെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. വലിയ എന്തെങ്കിലും ഒരു അപകടം നമ്മൾ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ചില നേരത്തേക്ക് മനുഷ്യന്റെ കൽബൊന്ന് പടച്ചു ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലായിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ അപകടമൊന്നും വേണ്ട. അവന് ഇതുവരെ പരിചയമില്ലാത്ത പെട്ടെന്ന് ഒരു അപകടം മുന്നിലേക്ക് ഉണ്ടായാൽ മനുഷ്യനാകെ പതറിപ്പോവും. എന്നാൽ ഈ ലോകം മുഴുവൻ തകരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പോകുന്നത്. ഒരു നാട് മാത്രമല്ല, ലോകം മുഴുവൻ തകരുകയാണ്. ഭൂമി ഒന്നും തന്നെ ബാക്കിയാകുന്നില്ല. ആകാശത്തിന് അതിൻ്റെതായ മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സംഭവിപ്പിക്കുന്നതാണ്. നക്ഷത്രങ്ങൾ ഉതറി വീഴുന്നതാണ്. ആ നിലക്ക് ഭയാനകമായിരിക്കുന്ന ഒരു സംഭവമാണ് സംഭവിക്കുന്നത്. ഓരോരുത്തരും മരിക്കാനും പോവുകയാണ്. ഖിയാമത്ത് നാളാണ്, മുഴുവൻ മനുഷ്യരും അവിടെ മരണപ്പെടുന്നതാണ്. അങ്ങനെ ഉള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നീട് പറയുന്നു, അഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഭൂമിയുടെ അകത്ത് ഒരുപാട് ഭാരങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അസ്ഹാബുൽ ഖുബൂർ, കബറടക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഖബറിലടക്കപ്പെട്ട ആളുകളുണ്ട്. അന്നു മുതൽ ആദ്യ മനുഷ്യന്മാർ മുതൽ അവസാനം വരെയുള്ള മനുഷ്യന്മാരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്. അവർ മണ്ണായി തീർന്നിട്ടുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെല്ലാം ആ മനുഷ്യ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയും അവർക്കെല്ലാം ഏതൊരു രൂപത്തിലാണോ അവർ മരണപ്പെട്ടു പോയത്, ഏതൊരവസ്ഥയിലാണോ മരണപ്പെട്ടു പോയത്, അതേ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്. അതേ അവസ്ഥയിലേക്കാണ്. എത്രത്തോളം ഇഹ്റാമിലാണ് ഒരാൾ മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ അവൻ ഇഹ്റാമിന്റെ വേഷം ധരിച്ച് തൽബിയത്ത് ചൊല്ലുന്നവനായിക്കൊണ്ട് ആ മരുഭൂമി ആ പരലോകത്തേക്ക് അവനെ കൊണ്ടുവരുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ആ നിലക്ക് ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളെയും അത് പുറന്തള്ളുന്നതാണ് എന്നാണ് പറയുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ എന്തുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഭൂമിയുടെ അകത്തുള്ള ഒരുപാട് കെൻസുകളുണ്ട്, നിധികളുണ്ട്, ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. ഭൂമിയിൽ എന്താണോ ഉള്ളത് അതിന്റെ ഭാരത്തെ മുഴുവനും അത് പുറന്തള്ളുന്നതായിരിക്കും. ഭൂമി അത് തകരുകയാണ്. അങ്ങനെ പുറത്തേക്കെല്ലാം തള്ളുകയായിരിക്കും. അങ്ങനെ മനുഷ്യരെല്ലാം തന്നെ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞതുപോലെ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ,
റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടി മനുഷ്യരെല്ലാം തന്നെ അന്ന് എഴുന്നേൽക്കുന്നതായിരിക്കും. ആ സന്ദർഭത്തിൽ വഖാലൽ ഇൻസാനു മാലഹ, മനുഷ്യൻ പറയും എന്താണ് സംഭവിച്ചത് എന്ന് പറയും. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് അൽ ഇൻസാൻ എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളാണോ അതല്ല കാഫിരീങ്ങളാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞത് കാഫിരീങ്ങളാണ്. കാഫിറുകൾക്ക് ഇത് മനസ്സിലാവുകയില്ല, കാരണം അവർ ഇതിനെ നിഷേധിക്കുന്നവരായിരുന്നു. ഇങ്ങനെ ഒരു ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നും മനുഷ്യരെല്ലാം തന്നെ ഞാനിതാ നേരത്തെ മണ്ണായതാണ്, അതല്ലെങ്കിൽ നേരത്തെ എന്നെ കത്തിച്ച് ചാരമാക്കിയതാണ്, ഞാനിതാ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ സംഭവം എന്താണ് അവൻ മനസ്സിലാകുന്നില്ല. അവൻ ചോദിക്കും മാലഹ, എന്താണ് അതിന് സംഭവിച്ചത് എന്ന് കാഫിർ ചോദിക്കും. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് ഓരോ മുസ്ലിമീങ്ങളും. അതുകൊണ്ട് അവന് കാര്യം മനസ്സിലാകും. ചില പണ്ഡിതന്മാർ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ വേറെ ചില മക്കൾ പറഞ്ഞു അല്ല, മുഴുവൻ മനുഷ്യരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഖിയാമത്ത് നാൾ ഉണ്ട് എന്നറിഞ്ഞ വിശ്വസിച്ച ഒരു മുസ്ലിമിന് പോലും അന്നത്തെ ഭയാനകമായ സംഭവം കാരണത്താൽ അവനാകെ ഭയപ്പാടിലായിരിക്കും. അവൻ ചോദിക്കും മാലഹ, ഇതിനെന്താണ് സംഭവിച്ചിട്ടുള്ളത്? മാലഹ, ഇതിനെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനുഷ്യൻ ചോദിക്കും. വഖാലൽ ഇൻസാനു മാലഹ, ഇതിനെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അവർ ചോദിക്കുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ ആയത്തിൽ കേട്ടതുപോലെ അവർ സുക്കാറ, അവർ ലഹരി ബാധിച്ചവരെ പോലെയാണ് അവരെ കാണുന്നത്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ ചോദിക്കുന്നു മാലഹ, എന്താണ് ഭൂമിക്ക് സംഭവിച്ചത് എന്ന് ഓരോരുത്തരും ചോദിക്കുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുന്ന കാര്യം പറയുന്നു. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ, അന്നേ ദിവസം ഭൂമി അതിന്റെ വാർത്തകൾ പറഞ്ഞറിയിക്കുന്നതാണ്. നിന്റെ റബ്ബ് അതിന് ബോധനം നൽകിയതിനാൽ, വഹി നൽകിയതിനാൽ എന്നാണ് പറയുന്നത്. ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള, ഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖൈറുണ്ടാകാം, ഷർറുണ്ടാകാം. ഇതെല്ലാം ഭൂമി അന്ന് സാക്ഷ്യം വഹിക്കുമെന്നാണ്. നാം നടന്നു പോകുന്ന ഈ ഭൂമി, നാം ഇരിക്കുന്ന ഈ ഭൂമി, ഇതെല്ലാം അതിന് സാക്ഷ്യം വഹിക്കും. ഇവിടെ എന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ എന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് ഭൂമി അവിടെ സാക്ഷ്യം വഹിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് ഭയപ്പെടുത്തുന്ന കാര്യമാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അന്നേ ദിവസം അതിന്റെ വാർത്തകൾ പറഞ്ഞറിയിക്കുന്നതാണ് എന്നുള്ളത് സഹോദരങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൽ മുഅദ്ദിന ഇദാ അദ്ദൻ, ഒരു ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിച്ചാൽ ഫഇന്നഹു ലാ യസ്മഉ സൗതഹു ശജറുൻ വലാ മദറുൻ വലാ ഹദറുൻ വലാ ഷൈഉൻ ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ. അവന്റെ ബാങ്ക് കേട്ട ഒരു മരവുമില്ല, അവന്റെ ബാങ്ക് കേട്ട ഒരു കല്ലുകളോ ഒരു മണ്ണോ ഇല്ല, വലാ ഷൈഉൻ, ഒന്നുമില്ല, ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് വേണ്ടി ആ കാര്യങ്ങൾ സാക്ഷ്യം പറയും. ഇവൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, ഇവൻ ബാങ്ക് വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആ ഭൂമി പറയും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുക. മനുഷ്യൻ ചെയ്യുന്ന ഓരോ നന്മയും തിന്മയും എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഭൂമിക്ക് പുറത്തേക്ക് പോയി ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ എവിടെ പോയാലും ഈ ഭൂമിക്ക് പുറത്ത് തന്നെയാണ് അവനുള്ളത്. അവൻ ഇത്ര ചന്ദ്രനിലേക്ക് എത്തിയാലും ശരി, എത്ര ദൂരയിൽ അവൻ എത്തിയാലും ശരി, അവൻ ഈ ഭൂമിയുടെ അകത്തളത്തിൽ തന്നെയാണുള്ളത്. അവനെ ആ നിലം അത് സാക്ഷ്യം വഹിക്കുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ സാക്ഷ്യമൊന്നും അവിടെ ആവശ്യമില്ല. അള്ളാഹു തആല നീ ഇന്നത് ചെയ്തിരിക്കുന്നു, നീ ഇന്നത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന് തിരിച്ചു പറയാൻ ഒന്നും സാധിക്കുകയില്ല. എന്നാൽ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നിശ്ചയിക്കുന്നത്? ബയാനു അദ്ലില്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നീതി അവിടെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നീതിയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അവൻ വെറുതെ ഒന്നും പറയുന്നതല്ല. ഇതാ നിനക്കിത് സാക്ഷിയാണ്, നിഷേധിക്കാൻ സാധിക്കുകയില്ല. ആ ഭൂമി സാക്ഷ്യം പറയും, സംസാരിക്കാൻ സാധിക്കാത്ത ഭൂമി സാക്ഷ്യം പറയും. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ബിഅന്ന റബ്ബക ഔഹാലഹ, റബ്ബ് അതിന് വഹി നൽകിയിട്ടുണ്ട്. ഇന്ന് ഭൂമി സംസാരിക്കുന്നില്ല, ഇന്ന് ഭൂമി വർത്തമാനം പറയുന്നില്ല, പക്ഷെ നാളെ ഭൂമി വർത്തമാനം പറയും. അതിന് നാവുണ്ടായിരിക്കും, അത് സംസാരിക്കുന്നതായിരിക്കും, അത് അതിന്റെ വർത്തമാനം പറയുന്നതാണ്. അതുകൊണ്ട് മനുഷ്യർ പലരും പലതും നിഷേധിക്കുന്നതാണ്. അന്നേ ദിവസം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറയുന്നത് പോലെയല്ല. ഇന്ന് ചെയ്ത തിന്മകളൊന്നും അവൻ എന്ത് ചെയ്യില്ല, അംഗീകരിക്കുകയില്ല. എത്രത്തോളം മുശ്രിക്കുകളായ ആളുകൾ പോലും പറയും ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയും. അവിടെ സ്വർഗക്കാരായ ആളുകൾ ശിർക്ക് ചെയ്യാതെ തൗഹീദ് അധിഷ്ഠിതമായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ, അവർ സ്വർഗം ലഭിക്കുന്ന വേളയിൽ നരകക്കാരെ, ശിർക്കിന്റെ ആളുകളെ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അവൻ പറയും ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അറിയിച്ചു തന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വയൗമ, സൂറത്തുൽ അൻആമിൽ കാണാം, വയൗമ നഹ്ശുറുഹും ജമീഅ, അന്നേ ദിവസം മുഴുവൻ ആളുകളെയും നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ ഐന ശുറകാഉകുമുൽ ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്തിരുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കു ചേർത്തിരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, ഐന ശുറകാഉകും, എവിടെ പോയി ആ ശിർക്ക് ചെയ്ത ആളുകൾ?
നിങ്ങൾ പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നല്ലോ, പല ബിംബങ്ങളെയും പല വിഗ്രഹങ്ങളെയും പലതിനെയും ഒക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, എവിടെ സഹായിക്കാനായിട്ട്, എവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്ന കാര്യമാണിത്. ഓരോ ശിർക്ക് ചെയ്യുന്നവനും ഈ ചോദ്യം നേരിടേണ്ടി വരും. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മലം തകുൻ ഫിത്നതുഹും, അവന് പിന്നീടുള്ള ന്യായം എന്ന് പറയുന്നത് ഇല്ല അൻ ഖാലു വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രിക്കീൻ, അല്ലാഹുവാണ് സത്യം, സത്യം ചെയ്തുകൊണ്ട് അവൻ അവിടെ കളവ് പറയും. എന്താണ് പറയുന്നത്? ഞങ്ങൾ അങ്ങനെ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല റബ്ബേ, ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് നാളെയും അവർ സമ്മതിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓരോരുത്തരും ഞങ്ങളത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇന്ന് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എന്ത് ചെയ്യും? ആ രേഖ കൊണ്ടുവരുന്നതായിരിക്കും എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന ആ സാക്ഷ്യത്തെ നിഷേധിക്കാൻ ഒരാൾക്കും അവിടെ സാധിക്കുകയില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന് പറയാണ്. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഇത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ നിബന്ധനയുടെ ഷർത്താണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാല ലിൻസാനു മാ ലഹ, ഭൂമിക്ക് അതിന്റെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, ഭൂമി അതിന്റെ ഭാരമെല്ലാം പുറത്തേക്ക് തള്ളിയാൽ, വഖാല ലിൻസാനു മാ ലഹ, മനുഷ്യൻ പറയുകയും ചെയ്തു എന്താണ് ഇതിന് സംഭവിച്ചത്? അന്നേ ദിവസം യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അതിന്റെ വർത്തമാനം പറയുന്നതായിരിക്കും. ബിഅന്ന റബ്ബക ഔഹാലഹ, കാരണം അതിന്റെ റബ്ബ് അതിന് വഹി നൽകിയിട്ടുണ്ട് എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ബോധനമുണ്ടായാൽ ആകാശങ്ങൾ സംസാരിക്കും, ഭൂമി സംസാരിക്കും. ആകാശങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്, ഭൂമിയോട് സംസാരിച്ചിട്ടുണ്ട്. അതിനെ പടക്കുന്ന വേളയിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ചത് വന്നിട്ടുണ്ട്. സുമ്മസ്തവ ഇലസ്സമാ, പിന്നീട് ആകാശത്തിന് നേർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്, വഹിയ ദുഖാനും, അതൊരു പുക മാത്രമായിരുന്നു, ആകാശവും ഭൂമിയൊക്കെ പുക മാത്രമായിരുന്നു. അല്ലാഹു അതിനോട് പറഞ്ഞു, ഫഖാല ലഹാ വലിൽ അർളി, ആകാശത്തോടും ഭൂമിയോടും അല്ലാഹു തആല പറഞ്ഞു, ഇഅ്തിനാ തൗഅൻ ഔ ഖർഹ, നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി നിങ്ങൾ വരേണ്ടതുണ്ട്. ഖാലത, ആകാശവും ഭൂമിയും പറയും, അത്തൈനാ താഇഈൻ, ഞങ്ങൾ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് തന്നെ വരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആര് പറയുന്നുണ്ട്? ആകാശവും ഭൂമിയും പറഞ്ഞിട്ടുണ്ട്, അതിനെ പടക്കുന്ന വേളയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കാം. അള്ളാഹുവിന്റെ കലം സംസാരിക്കുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചതൊരു പേനയാണ്. പേനയോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക. പേന തിരിച്ചു ചോദിച്ചു, റബ്ബി വമാദാ അക്തുബ്, ഞാൻ എന്താണ് എഴുതേണ്ടത് റബ്ബേ എന്ന് ചോദിച്ചു. ഖാല ഉക്തുബ് മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നീ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ ആ പേന എഴുതിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, അത് സംഭവിക്കുന്ന കാര്യമാണ്. പരലോകത്ത് വെച്ച് നാം ഈ കാണുന്നത് പോലെ നാവുള്ളവൻ മാത്രമല്ല സംസാരിക്കുന്നത്, മറിച്ച് അവിടെ നാവ് സംസാരിക്കുകയില്ല. നാവാണ് അവിടെ സംസാരിക്കാത്തത്, ബാക്കിയെല്ലാം അവിടെ സംസാരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്നേ ദിവസം ഇവരുടെ വായകൾക്ക് ഞാൻ സീല് വെക്കുന്നതാണ്. വതുകല്ലിമുന ഐദിയഹും, അവരുടെ കൈകളെ നാം സംസാരിപ്പിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അതിന് സാക്ഷ്യം വഹിക്കും. ബിമാ കാനൂ യക്സിബൂൻ, സമ്പാദിച്ച ഓരോ കാര്യത്തെക്കുറിച്ചും അവരുടെ കൈകൾ പറയും ഞാനിത് ചെയ്തിട്ടുണ്ട്, കാലുകൾ പറയും ഞാനാണ് അതിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് സാക്ഷ്യം വഹിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈകൾ സംസാരിക്കും, കാലുകൾ അതിന് സാക്ഷ്യം വഹിക്കും. അതേപോലെ തന്നെ ആ തിന്മകൾ സംഭവിച്ച ഭൂമി അതിന് സാക്ഷ്യം വഹിക്കും. ഇത് നന്മയാണെങ്കിലും ആ ഭൂമി പറയും, ഇതാ റബ്ബേ, നേരത്തെ നാം കേട്ടതുപോലെ ഇത് ബാങ്ക് വിളിച്ചിട്ടുണ്ട്, ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട്, ഇവിടെ അവൻ എന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന ആ ഭൂമി അവിടെ സംസാരിക്കുന്നതായിരിക്കും, സാക്ഷി പറയുന്നതായിരിക്കും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ ഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയറൗ അഅമാലഹും. യൗമ ഇദിൻ, അന്നേ ദിവസം, യസ്ദുറുന്നാസ്, മനുഷ്യരെല്ലാം പുറപ്പെടുന്നതാണ്. അശ്താതൻ, ജമാഅത്തൻ, ഗ്രൂപ്പായിട്ടാണ്, സംഘമായിട്ടാണ് മനുഷ്യർ പുറപ്പെടുന്നത്. ലിയറൗ അഅമാലഹും, അവർ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളെല്ലാം അവർക്ക് കാണിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും പുറപ്പെടുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ ഇങ്ങനെ ജമാഅത്തായിട്ടാണ് ആളുകൾ വരിക. ഓരോ വിഭാഗവും അതിൻ്റെതായ ആളുകളായിരിക്കും. മുനാഫിക്കുകളും കുഫാറുകളെല്ലാം ഒരുമിച്ചായിരിക്കും. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോകേണ്ട മുനാഫിക്കുകളും നരകത്തിൽ കിടക്കേണ്ട ശാശ്വതരാകേണ്ട കുഫാറുകളുമെല്ലാം ഒരു സംഘമായിരിക്കും. മുഅ്മിനീങ്ങൾ മറ്റൊരു സംഘമായിരിക്കും. ഇനി മുഅ്മിനീങ്ങളിൽ തന്നെ എല്ലാവരും ഒരു സംഘമല്ല, അവരെല്ലാം വ്യത്യസ്ത സംഘങ്ങളാണ്. ഏറ്റവും ഖൈറുള്ള ആളുകൾ ഒരു സംഘമാണ്, അതിന് താഴെയുള്ള ഒരു സംഘമാണ്. ഇതെല്ലാം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു നാളത്തെ രംഗത്തെക്കുറിച്ച് സൂറത്തു മറിയമിൽ, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം മുത്തഖീങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയാണ്? ഇലർ റഹ്മാനി വഫ്ദ. വഫ്ദ് എന്ന് പറഞ്ഞാൽ
വലിയ യാത്രാ സംഘം, അതല്ലെങ്കിൽ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന സംഘത്തെക്കുറിച്ചാണ് വഫ്ദ് എന്ന് പറയുന്നത്. അപ്പൊ ആ നിലക്ക് മുത്തഖീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ് എന്നാണ് പറയുന്നത്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ വിശിഷ്ടാതിഥികളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. എന്നാൽ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ, കുറ്റവാളികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് വിർദൻ, അവർ ദാഹാർത്ഥരായിട്ടാണ്, ദാഹിച്ചു വലഞ്ഞവരായിട്ടാണ് കുറ്റവാളികൾ വരിക എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വേറെയാണ് പരലോകത്തേക്ക് കൊണ്ടുവരുന്നത്, കാഫിരീങ്ങളെ വേറെ നിലക്കാണ് പരലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി മുഅ്മിനീങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത പദവികൾ അലങ്കരിക്കുന്ന ആളുകൾക്ക് ആ നിലക്കാണ് കൊണ്ടുവരുന്നത്. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞല്ലോ, ഉൻളുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, നീ നോക്കുക എങ്ങനെയാണ് നാം ചിലരെക്കാളും ശ്രേഷ്ഠതയുള്ളവരാക്കിയിട്ടുള്ളത്. ഭൂമിയിൽ തന്നെ ശ്രേഷ്ഠതയുണ്ട്. അമ്പിയാക്കളുടെ ശ്രേഷ്ഠത അതിന് താഴെയുള്ള സ്വാലിഹ്യങ്ങൾക്കില്ല. അതേപോലെ തന്നെ അതിന് താഴെയുള്ള മുഅ്മിനീങ്ങൾക്ക് ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സ്ഥാനമില്ല, അതിന് താഴെയാണുള്ളത്. ഇനി അമ്പിയാക്കളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള റസൂലുമാരായ ഉലുൽ അസ്മുകളുണ്ട്. ഇങ്ങനെ ഭൂമിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശ്രേഷ്ഠതയെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നാൽ വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വ അക്ബറു തഫ്ളീല, എന്നാൽ ആഖിറത്തിലാണ് ഏറ്റവും വലിയ സ്ഥാനവും ഏറ്റവും വലിയ ശ്രേഷ്ഠതയുമെല്ലാം വേർതിരിയുന്നത് എന്ന് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരലോകത്ത് വ്യത്യസ്ത കക്ഷികളായിട്ടാണ്, വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. യൗമഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഓരോ ഗ്രൂപ്പുകളായിട്ട് വരുന്നത്, സംഘങ്ങളായിട്ട്, അവർ പല സംഘങ്ങളായിട്ട് വരുന്നത് ലിയുറൗ അഅമാലഹും, അവരുടെ അമലുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും ചെയ്തിട്ടുള്ള, ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുള്ള അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു കൊടുക്കുന്നതാണ്. അവിടെ പരലോകത്ത് കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അമലും ഉണ്ടാവുകയില്ല, ഒരു അമലും കാഫിറിന് ഉണ്ടാവുകയില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഖദിംനാ ഇലാ മാ അമലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, വഖദിംനാ, നാം അവർക്ക് നേരെ തിരിയും, ഇലാ മാ അമലു മിൻ അമൽ, അവർ ചെയ്ത അമലുകൾക്ക് നേരെ തിരിയും, ഫജഅൽനാഹു, പിന്നീട് നാം അതിനെ ആക്കി തീർക്കും, ഹബാഅൻ മൻസൂറ, ചിതറിയ ധൂളികൾ പോലെ. നമ്മളിങ്ങനെ വെയിലുണ്ടാക്കുന്ന സമയത്ത് അതിന്റെ നേർത്ത ആ വെളിച്ചത്തിൽ പൊടികൾ നമ്മളിങ്ങനെ കാണുന്നുണ്ടാകും, ഒരു ഭാരവുമില്ലാത്ത, അതുപോലെ ആക്കി തീർക്കും. കാരണം കാഫിറിന്റെ അമൽ സഹോദരങ്ങളെ അത് ഇഖ്ലാസ് ഇല്ലാത്ത അമലാണ്, അവൻ ആർക്കോ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇനെങ്ങാനും അവൻ നല്ല നിലക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിൽ സുന്നത്തുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവന്റെ അമലുകളൊന്നും തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല എന്നാണ് പറയുന്നത്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവനവിടെ അമലുകളൊന്നുമില്ല, ചെയ്തതായിട്ട് അമലുകളില്ല. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമലുകളുണ്ട്, അവർക്ക് നന്മകളുണ്ട്, അവർക്ക് സംഭവിച്ചു പോയ തിന്മകളുണ്ട്. ആ നന്മകളും തിന്മകളും എല്ലാം തന്നെ അവിടെ കാണുന്നതാണ്. അവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ദർജകളാക്കിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുത്ത, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ വ്യത്യസ്ത തരത്തിലുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആലയുടെ യാതൊരു രൂപത്തിലുള്ള ഒരു ചോദ്യവുമില്ല, ഏറ്റവും മഹത്തായ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളാണ്. അവർക്കൊരു ചോദ്യവുമില്ല, ഒരു വിചാരണയുമില്ല, അവർക്ക് വിചാരണയോ ശിക്ഷയോ ഒന്നുമില്ല. നേർക്ക് നേരെ ഇങ്ങനെ വന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അവരോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, അവർക്ക് നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ആളുകളാണ്. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നീട് പറഞ്ഞിട്ടുള്ള ചോദ്യമുള്ള ആളുകളാണ്. ആ ചോദ്യമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചവരാണെങ്കിൽ അള്ളാഹു തആല അവരടുത്തേക്ക് വിളിക്കുമെന്നാണ്, അവനും അള്ളാഹുവിനും ഇടയിൽ ഒരു മറയിടുമെന്നാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് നേരിട്ട് സംസാരിക്കും. ഇന്നി ഖദ് സതർതുഹ അലൈക ഫിദ് ദുനിയ, നീ തിന്മ ദുനിയാവിൽ ചെയ്തപ്പോൾ ഞാനത് മറച്ചു വെച്ചിട്ടുണ്ട്. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാനിതാ നിനക്കിത് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയും. ഈ തിന്മ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ തിന്മകളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവന്റെ പേടി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നശിച്ചത് തന്നെ, എനിക്കിനി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുന്ന വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് എന്ന്. നീ ഇന്ന് ചെയ്തോ, നീ ഇന്ന് ചെയ്തില്ലേ, അങ്ങനെ അവനെ കൊണ്ട് ഓരോന്നും അംഗീകരിപ്പിക്കും. അത് റബ്ബ് ഞാനിത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓരോന്നും അവൻ പറയേണ്ടി വരുന്ന വേളയിൽ അവൻ നശിച്ചു പോകും, നരകമാണ് മുന്നിൽ എന്ന് ചിന്തിക്കുന്ന വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ കാരുണ്യം അർ-റഹ്മാനുർ റഹീം എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത്രയും വലിയ കാരുണ്യം റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ നടത്തുകയാണ്. അവൻ പറയാണ്, ഇന്നി ഖദ് സതർതുഹ അലൈക ഫിദ് ദുനിയ, എൻ്റെ അടിമ ഞാനിതാ നിനക്കിതെല്ലാം ദുനിയാവിൽ മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പാപം ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യമാണ്. അവൻ ഒരാളെ നിന്നെ വഷളാക്കിയിട്ടില്ല. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഞാനിതാ നിനക്ക് ഇന്നേ ദിവസം പുറത്തു വന്നിരിക്കുന്നു
എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ലാത്ത ആളുകളുണ്ട്. കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് അവിടെ വിളംബരം ചെയ്യപ്പെടും. ഇത് അവരുടെ റബ്ബിനെ നിഷേധിച്ച ആളുകളാണ് ഇത് അവിടെ എത്തിയിട്ടുള്ളത്. ഇതാ അക്രമകാരികളായ ഈ കാഫറുകൾക്ക് അള്ളാഹുവിന്റെ ശാപം എന്നായിരിക്കും ആളുകൾക്കിടയിൽ വഷളാക്കപ്പെടുക എന്നുള്ളതാണ്. വഷളാക്കപ്പെടുക എന്നുള്ള സംഭവം പരലോകത്തുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഓരോരുത്തരും അവർ ചെയ്ത അമലുകൾ അവിടെ കാണാൻ പോകുകയാണ്. ലിയറവ അമാലഹും, നന്മയാണെങ്കിൽ ആ നന്മ മുഴുവൻ അവൻ കാണുന്നതാണ്. എത്ര നിസ്സാരമായ നന്മയാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അതവിടെ രേഖപ്പെടുത്തി അവൻ കാണുന്നതായിരിക്കും. എന്നാൽ അള്ളാഹു തആല പുറത്തു കൊടുത്ത തിന്മകളാണെങ്കിൽ അതവിടെ ഉണ്ടാവുകയില്ല എന്നാണ്. പുറത്തു കൊടുത്ത തിന്മകൾ അവിടെ ഉണ്ടാവുകയില്ല, രേഖയിൽ ഉണ്ടാവുകയില്ല. കാരണം ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവന് പുറത്തു കൊടുക്കാത്ത തിന്മകൾ ഉണ്ടെങ്കിൽ അതവിടെ കാണുന്നതാണ് എന്നാണ് പറയുന്നത്. ആ ദിവസം അവൻ കാണുന്നതാണ്. ഓരോരുത്തർക്കും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഗ്രന്ഥം നൽകുന്നതായിരിക്കും. ആ ഗ്രന്ഥം നൽകിക്കൊണ്ട് അവനോട് പറയുന്നത് ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നീ തന്നെ നിന്റെ കിതാബ് വായിച്ചോളൂ, നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയായതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രംഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യൗമ ഇദിൻ യസ്തുറുൻ നാസു അശ്താതൻ ലിയറൗ അഅമാലഹും, അന്നേ ദിവസം മനുഷ്യർ പല സംഘങ്ങളായി പുറപ്പെടുന്നതാണ്, അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നതിനായിട്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ആയത്തിന്റെ അവസാനം, സൂറത്തിന്റെ അവസാനം സഹോദരങ്ങളെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അപ്പോൾ ആരാണോ ഒരു ചെറിയ ഉറുമ്പിന്റെ തൂക്കം നന്മ ചെയ്തിട്ടുള്ളത് അവനത് കാണുന്നതാണ്. ആരാണോ ഒരു ചെറിയ ഉറുമ്പിന്റെ തൂക്കം തിന്മ ചെയ്തിട്ടുള്ളത് അവനും അത് കാണുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ പറയുന്ന അമലുകൾ പറയുന്നുണ്ട് ലിയറൗ അഅമാലഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിശദീകരിച്ചതാണ്. അന്നേ ദിവസം അവൻ ചെയ്ത ചെറിയ ഉറുമ്പിന്റെ തൂക്കം, മിസ്ഖാല ദർറ. ദർറ എന്ന് പറഞ്ഞാൽ അത് അറബികൾക്ക് അറിയുന്നത് അത് ചെറിയ ഉറുമ്പ് എന്നാണ്. ഒരു ചെറിയ ഉറുമ്പിനെ കുറിച്ചിട്ടാണ് ദർറത്ത് എന്ന് പറയുന്നത്. അതിന് തീരെ ഭാരം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. സാധാരണ ഉറുമ്പിനെ പോലെയല്ല, ചെറിയ ഉറുമ്പാണ്, തീരെ ഭാരം ഉണ്ടാവില്ല. നമുക്കറിയാം അത്തരത്തിൽ ഉറുമ്പുകളെ കുറിച്ച്. അത്തരത്തിൽ ഉറുമ്പുകൾ ഒരു 10 100 ഉണ്ടായാൽ പോലും അതിന് യാതൊരു ഭാരവുമില്ല. അത്രയും നിസ്സാരമായ കാര്യം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖൈറാണ് അവൻ ചെയ്തതെങ്കിൽ അത് കൊണ്ടുവരുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും പാഴാക്കുകയില്ല. നീ തിരിച്ചൊരു പുഞ്ചിരി പോലും സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വതക്കയാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരുന്നതാണ്. നിനക്കിതൊരു സ്വതക്കയായി, നിനക്കിതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. നീ ചെയ്ത് നിസ്സാരമാണെന്ന് നീ ചിലപ്പോൾ ഓർക്കാത്തതായ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു മിസ്ഖാല ദർറത്തിന്റെ കാര്യത്തിൽ പോലും അള്ളാഹു ഒരു അക്രമവും കാണിക്കുകയില്ല. ഒരു മിസ്ഖാല ദർറത്തിന്റെ, ഒരു ചെറിയ ഉറുമ്പിന്റെ തൂക്കം നന്മയാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതെന്ത് ചെയ്യുകയില്ല, പാഴാക്കി കളയുകയില്ല, നിന്നോടൊരു ദുൽമും ചെയ്യുകയില്ല. വ ഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ, ഇനി ആ മിസ്ഖാല ദർറത്ത് നന്മയാണെങ്കിൽ അള്ളാഹു ഇരട്ടിയായിട്ട് കൊണ്ടുവരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ആ ചെയ്ത കാര്യം നിസ്സാരമാണെങ്കിലും അള്ളാഹു ഇരട്ടിയാക്കിയിട്ട് അത് കൊണ്ടുതരികയും ചെയ്തു. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അപ്പോൾ ആരാണോ ഒരു ചെറിയ ഉറുമ്പിന്റെ തൂക്കം നന്മ ചെയ്യുന്നത് അവനത് കാണും. ചില തഫ്സീറുകൾ അല്ലെങ്കിൽ ചില തർജ്ജിമകളിൽ മിസ്ഖാല ദർറത്തിന് അണുമണി തൂക്കം എന്ന് കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ആ തഫ്സീർ തെറ്റാണ്. അണുമണി തൂക്കം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രീയ വിശദീകരണമാണ്. അണുവിനെ കുറിച്ചൊന്നും സ്വഹാബികൾക്കോ അതല്ലെങ്കിൽ മുൻഗാമികൾക്കോ അറിയുന്ന കാര്യമല്ല. അവരിന്ന് ആധുനികമായ ന്യൂക്ലിയസും അതിൻ്റെ അകത്തുള്ള ആറ്റമും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ പഠിച്ചിട്ട് ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ആറ്റമാണെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ അതിനുശേഷം ആ ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ആളുകളാണ് അത് അണുമണി തൂക്കം എന്ന തർജ്ജിമ കൊടുത്തത്. ശരിയല്ല, മുൻഗാമികൾക്ക് അത് പരിചയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തഫ്സീർ ഏത് കാലത്തും ആർക്കും മനസ്സിലാകാവുന്ന തഫ്സീറാണ്. അതല്ലാതെ ആറ്റത്തിനെ കുറിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രം ഉണ്ടായിട്ട് തഫ്സീറല്ല. സ്വഹാബികൾ മനസ്സിലാക്കിയത്, അറബികൾക്ക് അറിയുന്നത് മിസ്ഖാല ദർറ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറുമ്പ് എന്നാണ്. ചെറിയ ഉറുമ്പ്, അതാണ് അതിന്റെ അർത്ഥം. അതിന് വളരെ ഭാരം കുറവാണ്, അതിന് ഭാരമില്ല എന്ന് തന്നെ പറയാം. അത്രയാണ് ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ളതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരുന്നതാണ് എന്നാണ് പറയുന്നത്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്, ആരെങ്കിലും ഒരു ഷർറാണ് അങ്ങനെ ചെയ്തിട്ടുള്ളെങ്കിൽ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവരും. അപ്പൊ നിസ്സാരമായ ഒരു കാര്യവുമില്ല, നിസ്സാരമായ ഒരു കാര്യവുമില്ല. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ശരി, നിസ്സാരം എന്ന് പറയുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതെത്ര നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നോ അത്രയും ഗൗരവമുള്ള കാര്യമായിരിക്കും. ഒന്നിനെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എൻ സഹോദരങ്ങളെ, ഈ കൊണ്ടുവരുന്ന ഈ തൂക്കപ്പെടുന്ന ഈ കാര്യം അതെന്താണ്? മിസ്കാല ദർറത്തിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മിസ്കാല ദർറത്തിൻ അതെന്താണത്? അല്ല, അമാൽ, അമലുകളാണ്. നീ ചെയ്യുന്ന അമൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നാളെ പരലോകത്ത് മീസാനിൽ തൂക്കുന്നതാണ്.
മീസാനിൽ തൂക്കും. നന്മയുടെ തട്ടിലുണ്ടാകും ഈ മിസ്കാല ദർറ, തിന്മയുടെ തട്ടിലും ഉണ്ടാകും ഈ മിസ്കാല ദർറ. നിസ്സാരമായി നമ്മൾ ചെയ്തു വെച്ച തിന്മകൾ, നിസ്സാരമായി നമ്മൾ ചെയ്തു വെച്ച നന്മകൾ, ഇതെല്ലാം അതിന്റെ തട്ടിലുണ്ടാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് രൂപം നൽകുന്നതായിരിക്കും. അഥവാ തൂക്കാൻ പറ്റുന്ന രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകും. ഒരുപാട് ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അവസാന ഹദീസായി കൊടുത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ, രണ്ട് വാചകങ്ങളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ പ്രിയങ്കരമായ റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ട വാക്കുകളാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, അത് നാവുകൾക്ക് വളരെ എളുപ്പവുമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, നാളെ മീസാനിൽ അത് ഭാരമുള്ളതാണ്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ഈ രണ്ട് കലിമത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കലിമത്ത് നമ്മൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാരമുള്ള ഒരു അമലാക്കി അതിനെ മാറ്റുന്നതാണ്. അള്ളാഹു അതിനൊരു തൂക്കപ്പെടാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു അമലാക്കി അതിന് മാറ്റുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ഉള്ളതുപോലെയല്ല നാളെ പരലോകത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ, അത് ദിക്റാകട്ടെ, അതിന് ഭാരമുള്ള ഒന്നാക്കിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് രൂപം മാറ്റുന്നതായിരിക്കും. അതാണ് തൂക്കപ്പെടുക എന്നാണ്. അത് തൂക്കപ്പെടും. അമലുകൾ എന്താണ്? നിസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്നതാണ്. പരലോകത്ത് അങ്ങനെയാണ്, പല കാര്യങ്ങളും അങ്ങനെയാണ്. മരണത്തെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, മരണത്തെ നാളെ ഒരു ആടിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ്. സ്വർഗ്ഗക്കാരെ സ്വർഗ്ഗത്തിലാക്കിയതിനു ശേഷം, നരകക്കാരെ നരകത്തിലാക്കിയതിനു ശേഷം, സ്വർഗ്ഗക്കാർക്ക് മതിമറന്ന് സന്തോഷിക്കാവുന്ന ഒരു വേളയാണത്. നരകക്കാർക്ക് അങ്ങേയറ്റം നിരാശ ഉണ്ടാകുന്ന ഒരു രംഗമാണിത്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു ആടിനെ കൊണ്ടുവരും. ആ ആടിനെ കൊണ്ടുവന്നിട്ട് സ്വർഗ്ഗക്കാരുടെയും നരകക്കാരുടെയും ഇടയിൽ വെച്ച് ആ ആടിനെ അങ്ങോട്ട് അറക്കുമെന്ന്. ആ ആടിനെ കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആളുകൾ പറയും, ഹാദൽ മൗത്ത്, ഇത് മരണമാണ്. അപ്പൊ മരണത്തിന് ആടിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്, എന്നിട്ട് അതിനെ അറക്കുന്നതായിരിക്കും. അതിനുശേഷം അവരോട് പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ വലാ മൗത്ത്, ഓ സ്വർഗ്ഗക്കാരെ, മരണം എന്ന് പറയുന്ന കാര്യത്തെ അള്ളാഹു അറുത്ത് കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ശാശ്വതമായ ജീവിതമാണ്, ഇനി മരണമില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരാളും ഇനി മരിക്കാൻ പോകുന്നില്ല. എന്നേക്കുമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ആസ്വാദനമാണ് അവിടെ ഉണ്ടാവുക. മടുപ്പ് വരാത്ത, ഒരിക്കലും മടുക്കാത്തതായ ആസ്വാദനങ്ങൾ ഉണ്ടാകും. അത് എന്നേക്കും ഉണ്ടാകും. ഇപ്പുറത്തേക്ക് വയാ അഹ്ലന്നാർ ഖുലൂദുൻ വലാ മൗത്ത്, നരകക്കാരെ, നിങ്ങൾ ഇനി ശാശ്വതരാണ്, ഇനി മരണമില്ല. സുബ്ഹാനല്ലാഹ്, ആ പറയുന്ന കാര്യം ചിന്തിച്ചു നോക്കൂ. നരകത്തിലുള്ള ഒരു പ്രതീക്ഷയില്ല. സഹോദരങ്ങളെ, അങ്ങനെ കാലാകാലം നരകത്തിൽ കിടക്കുന്ന ആളുകൾ ആരാണ്? ഷിർക്കിൽ മരണപ്പെട്ടു പോയ ആളാണ്. ഷിർക്കിൽ മരണപ്പെട്ടു പോയ ആളാണ് കാലാകാലം നരകത്തിൽ കിടക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മിസ്കാല ദർറത്ത്, ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മിസ്കാല ദർറത്ത്, ഒരു ഈ പറയുന്ന രൂപത്തിൽ ഒരു ഉറുമ്പിന്റെ അത്രയെങ്കിലും ഒക്കെ ഈമാൻ ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ ഒരുപാട് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഖൽബ് മരണം വരെ അള്ളാഹുവിനല്ലാതെ ഒരുവനെയും അവൻ ആരാധിച്ചിട്ടില്ല. ഖൽബ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇലാഹായി അവൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ്. ഇതൊക്കെ ഷഫാഅത്തിന്റെ ഒക്കെ പുറമെ വരുന്ന ഹദീസാണ്. ഷഫാഅത്തുകളുണ്ട്, ഒരുപാട് ഷഫാഅത്തുകൾ സംഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുണ്ട്, സ്വാലിഹീങ്ങളുടെ ഷഫാഅത്തുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി മലായിക്കത്തുകളും, അങ്ങനെ പല രൂപത്തിൽ ഷഫാഅത്തിന് ശേഷം, എല്ലാ ഷഫാഅത്തുകളും കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നേർക്ക് നേരെ വന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും. പുറത്തേക്ക് എടുക്കുന്ന വേളയിൽ നരകത്തിൽ കത്തിക്കരിഞ്ഞുകൊണ്ട് അവൻ കരിക്കട്ടയായി തീർന്നിട്ടുണ്ടാകും. കരിക്കട്ടയായി തീർന്നു പോയിട്ടുള്ള മരിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. മരിക്കാത്ത ആളുകൾ ആരാണ്? ഹൃദയത്തിൽ ഒരു ഈമാനിന്റെ തുള്ളിയില്ലാത്ത ആളുകളൊക്കെ മരിച്ചു. ആളുകളൊന്നും മരിക്കുകയില്ല. എന്നാൽ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അവർ മരിച്ച് കരിക്കട്ടയായി തീരുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരിക്കട്ടയെ കൊണ്ടുവരാൻ പറയും. സ്വർഗത്തിന് മുന്നിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയിലേക്ക് വെച്ചുകൊണ്ട് സ്വർഗക്കാരോട് പറയും, നിങ്ങൾ അതിൽ നിന്ന് വെള്ളം എടുത്തതിന് മുകളിലേക്ക് ഒഴിക്കുക എന്നാണ്. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് സാധാരണ മഴക്കാലത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒലിച്ചു വരുന്ന മഴ കാരണത്താൽ ഇങ്ങനെ നാമ്പുകൾ മുളക്കുന്നത് പോലെ ആ കരിക്കട്ടയിൽ നിന്ന് മുളച്ചു പൊന്തുന്നതായിരിക്കും. അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിരിക്കും എന്ന് കാണാൻ സാധിക്കും. ഇതാർക്കാണ്? ഇത് സഹോദരങ്ങളെ, ഹൃദയത്തിൽ ഈമാനുള്ള തൗഹീദുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതല്ലാത്ത ആളുകൾ, ഇതാണ് അവസ്ഥ. ഖുലൂദുൻ വലാ മൗത്ത്, ശാശ്വതമായി നരകത്തിലാണ്. ഷിർക്കിന്റെ കാര്യം, അപകടം എത്രയാണ്! ആളുകൾക്ക് പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകളോട് വളരെ ആത്മാർത്ഥതയോട് പറയുമ്പോൾ തിരിച്ച് പരിഹസിക്കുകയും അതിന് ദുർന്യായങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എത്ര ഖേദകരമാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൂ സഹോദര, അള്ളാഹിനോട് മാത്രം തേടൂ എന്ന് പറയുന്ന വളരെ കൃത്യമായ ആശയം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ല, നമ്മളെല്ലാത്തോട് പ്രാർത്ഥിക്കണം, സഹായം തേടണം, ഇലാഹ എന്ന് കരുതാതിരുന്നാൽ മതി എന്ന് ദുർന്യായമാണ് പറയുന്നത്. സഹോദരങ്ങൾ, എത്ര വലിയ വിഡ്ഢിത്തരമാണ് പറയുന്നത്. മദ്യം കഴിച്ചിട്ട് അത് മദ്യമല്ല എന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണ്. അതല്ലെങ്കിൽ അതിനേക്കാളും അപകടമാണിത്.
മദ്യം കഴിച്ചിട്ട് ഒരാൾ പറയുന്നത് ലഹരി അല്ലാന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ്. നീ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്ത് നൽകിയാൽ നീ അവൻ ഇലാഹാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇലാഹാണെന്ന് വിശ്വസിക്കുകയോ ഇലാഹാണെന്ന് നാവ് കൊണ്ട് പറയുകയോ ചെയ്യേണ്ടതില്ല. കാരണം ഒന്നിനെ ഇലാഹാക്കുന്നത് ആരാധിക്കപ്പെടുമ്പോഴാണ്. അത് തന്നെയാണ് ആരാധന. അള്ളാഹിനോട് നീ ദുആ ചെയ്യുന്നു, അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് നീ ദുആ ചെയ്യുന്നു, അത് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ള ആരാധനയാണ്. ബദരീങ്ങളോട് നീ ദുആ ചെയ്യുന്നു, അത് ബദരീങ്ങളോടുള്ള ആരാധനയാണ്. സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് സഹോദരങ്ങൾ ഇസ്ലാമിന്റെ വേഷവും തലപ്പാവും തലക്കെട്ടും ഒക്കെയുള്ള ആളുകളാകുമ്പോൾ സാധാരണക്കാരൊക്കെ വഞ്ചിതരാവുകയാണ്. ഇങ്ങനെ ഇവര് ശിർക്ക് ചെയ്യുകയോ ഈ ആളുകൾക്ക് ശിർക്ക് സംഭവിക്കുകയോ ഇവർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. ഇവർ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതായിരിക്കും, ഇവരാണ് ശരിക്കും പഠിക്കേണ്ടത് എന്ന രൂപത്തിൽ ആളുകൾ പറയുകയാണ്. സഹോദരങ്ങളെ, വളരെ കൃത്യമായി ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനാണ്. ഇസ്തിഗാസ ഇബാദത്താണ്, തൗഹീദ് സഹോദരങ്ങളെ ദുആ ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്. ഇതെല്ലാം അള്ളാഹുവിന് നൽകിയാൽ ഇബാദത്താകുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ അത് അവർക്കുള്ള ഇബാദത്താണ്. അള്ളാഹു നൽകിയാൽ ഒരു കാര്യം ഇബാദത്തല്ലെങ്കിൽ അത് നിനക്ക് മറ്റൊരാൾക്ക് നൽകാവുന്നതാണ്. എന്തുകൊണ്ടാണ് നീ ഉമ്മയോട് അടുക്കളയിലുള്ള വെള്ളം ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഡോക്ടറോട് പോയി എനിക്കൊരു പനിയുണ്ട് ടാബ്ലറ്റ് വേണമെന്ന് പറയുന്നത്? അത് ഇബാദത്തല്ല. അതിനാരാണ് ഇബാദത്താണെന്ന് പറയുന്നത്? ആരെങ്കിലും പറയുമോ അത് ഇബാദത്താണെന്നുള്ളത്? അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയും താഴ്മയോടുകൂടിയും ചെയ്യുന്ന ഒരു ആരാധനയാണെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയും. ഡോക്ടറോട് പോയി, ഡോക്ടർ എനിക്ക് പനിയുണ്ട്, 2 ദിവസമായിട്ട് തലവേദന ഉണ്ട്, എന്തെങ്കിലും മരുന്ന്. അവിടെ ഡോക്ടറോട് ആരെങ്കിലും വണങ്ങിക്കൊണ്ട് ഡോക്ടറെ നീ രക്ഷിക്കണം, ശിഫാ നൽകണം എന്നാണോ പറയുന്നത്? അല്ല. ഡോക്ടറോട് ഒരു വണക്കവുമില്ല, ഒരു വിനയവുമില്ല. ഡോക്ടറോട് നേരെ സാധാരണ രീതിയിലുള്ള മനുഷ്യർ പരസ്പരം ചെയ്യുന്ന ഒരു സഹായം മാത്രമാണ് ചെയ്യുന്നത്. അത് ചോദിക്കുന്ന വേളയിൽ ആർക്കാണ് സംശയം? ഉമ്മയുടെ ഉമ്മ അടുക്കളയിൽ വെള്ളം ഒന്ന് വേണം, ഭക്ഷണം ഒന്ന് വേണം എന്ന് പറയുന്നത് പോലെയാണോ ഇവർ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വിളിച്ചുകൊണ്ട് പറയുന്നത്? ഇവർ മമ്പുറം തങ്ങളേക്കും ഉള്ളാളം തങ്ങളുടെ കബറിന്റെ അടുക്കിലേക്കും പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേടുന്നത് ഈ ഡോക്ടറോട് മരുന്ന് വേണമെന്ന് പറയുന്ന രൂപത്തിലാണോ, ഭാവത്തിലാണോ? എത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ ജീവിതവും അവരുടെ പരലോകവുമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആളുകൾ സഹോദരങ്ങളെ അവർ ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ ആയത്തുകൾക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെറുതെ ആർക്കോ ഉള്ള നരകം എന്നല്ല, തൗഹീദ് ഇല്ലാത്ത ആളുകൾക്കുള്ള നരകം. നരകത്തിൽ ശാശ്വതരാകുമെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് മുന്നിൽ ഉണ്ടാകേണ്ടത്. ആ നിലക്കാണ് സഹോദരങ്ങൾ അവരോട് നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പരിഹാസവും അതിനുള്ള ദുർന്യായവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കുക, അള്ളാഹുവിലേക്ക് നമ്മുടെ അഭയം പറയുക, അല്ലാഹുൽ മുസ്തആൻ എന്നല്ലാതെ നമുക്ക് അവരോട് മറ്റൊന്നും പറയാനില്ല. അപ്പോൾ നാളെ പരലോകത്ത് അമലുകൾ ഈ രൂപത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും എന്ന് കാണാൻ സാധിക്കും. വേറെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അമലുകൾ അത് ഏടുകളിലായി തൂക്കുന്നതായിരിക്കും. ഏടുകളുണ്ട്, നമുക്ക് നന്മയുടെയും തിന്മയുടെയും ഏടുകളുണ്ട്. നന്മയുടെ ഏടുകളിൽ നന്മകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, മലായിക്കത്തുകൾ എഴുതുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ നമ്മളൊരു വാക്കിൽ നിന്നും ഒരു കാര്യം ഉച്ചരിക്കുന്നില്ല, അത് തയ്യാറായി നിൽക്കുന്ന മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടല്ല, അത് അവർ രേഖപ്പെടുത്തുന്നതാണ്. അങ്ങനെ നന്മ എഴുതുന്ന മലക്കുകളുണ്ട്, തിന്മകൾ എഴുതുന്ന മലക്കുകളുണ്ട്. ആ നന്മയുടെ ഏടുകൾ നന്മയുടെ തുലാസിലും തിന്മയുടെ ഏടുകൾ തിന്മയുടെ തുലാസിലും വെക്കുന്നതാണ്. ഒരു ഹദീസ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരാൾ ഒരുപാട് തിന്മകൾ ചെയ്ത് അവൻ നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തുള്ള അത്രയും ഏടുകൾ അവന്റെ തിന്മകൾ എഴുതിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് തിന്മയുടെ തട്ടിൽ തൂങ്ങിയിട്ടുണ്ട്. അവൻ നശിച്ചത് തന്നെ എന്ന് ചിന്തിക്കുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നക ലാ തുദ്ലമു ഷൈഅ, നിന്നോട് ഇന്നേ ദിവസം ഒരു അനീതിയും കാണിക്കുകയില്ല. സുമ്മ തൂസനുൽ ബിതാഖ ഫീ കിഫ വസ്സിജില്ലാത്തു ഫീ കിഫ, പിന്നീട് ഒരു ചെറിയൊരു ബിതാഖ എന്നാണ് ഹദീസിൽ പറഞ്ഞ ഒരു കാർഡ് പോലത്തെ ഒരു സാധനം, അത് നന്മയുടെ തുലാസിലേക്ക് വെക്കും, ഈ ഏടുകളെല്ലാം തിന്മയുടെ തുലാസിലേക്ക് വെക്കും. ഫതർജുഹ് ബിഹിൽ ബിതാഖ വഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നാൽ ആ ചെറിയ കാർഡായിട്ട് കാണുന്ന കാര്യം അതാണ് ഭാരമുള്ളത്, തൂക്കമുള്ളത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയ കാർഡാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ വിശ്വസിച്ചിട്ടാണ് മരിച്ചുപോയത്. ഈ പാപങ്ങളൊക്കെ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവനെ രക്ഷപ്പെടുത്തിയെന്നാണ്. ഇതെല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊള്ളുന്നില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പാപങ്ങൾ എല്ലാവരുടെയും പൊറുക്കപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നരകത്തിലേക്ക് കടക്കേണ്ടി വരും. ഈ വ്യക്തി രക്ഷപ്പെടുകയാണ്. ഈ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കിട്ടിയാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, അള്ളാഹു പങ്കു ചേർക്കുന്നത് അള്ളാഹു പൊറുക്കുകയില്ല മരണപ്പെട്ടാൽ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തിന്മകൾ ചെയ്തതാണെങ്കിൽ അഥവാ ശിർക്കിന് താഴെയുള്ള കാര്യമാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, ഇവിടെ സഹായിഫുകളുണ്ട്, അമാലുകളുടെ ഏടുകളുണ്ട്, ആ ഏടുകളും തൂക്കപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ആമിലുകളെ, ആ ചെയ്യുന്ന ആളുകളെയും തൂക്കുമെന്നാണ് പറയുന്നത്. നന്മ ചെയ്യുന്ന വ്യക്തിയെ തൂക്കും, തിന്മ ചെയ്യുന്ന വ്യക്തിയെയും നാളെ തൂക്കുന്നതാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ ഇരിക്കുന്ന വേളയിൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു അറാക്ക് പറിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കയറുകയാണ്. അദ്ദേഹം വളരെ മെലിഞ്ഞൊരു മനുഷ്യനാണ്. ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്തു? അദ്ദേഹം പറിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കാറ്റ് വന്ന് തുണി അങ്ങ് നീങ്ങിപ്പോയപ്പോൾ ആളുകൾ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിച്ചത്? അവർ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അള്ളാഹു തന്നെ സത്യം, ഇന്ന സാഖൈഹി, അവർ പറഞ്ഞു ഇതാ അതിന്റെ ആ മെലിഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെ സത്യം, ഇന്ന സാഖൈഹി ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ കാലുകൾ ഉണ്ടല്ലോ, അതിന്റെ കണങ്കാലുണ്ടല്ലോ, അത് മീസാനിൽ വെച്ചാൽ ഉഹുദിനേക്കാളും ഭാരമുണ്ടാകും. ഉഹുദ് കണ്ടിട്ടുണ്ടോ? സിൽസിലത്തുൽ ജബലാണ്, വലിയ ടൺ കണക്കിന് അത്രയും വലിപ്പമുള്ള ഭാരമുള്ള കാര്യമാണ് ഉഹദ് എന്ന് പറയുന്നത്. അതിനേക്കാളും വലിപ്പമുണ്ടാകും ഈ മെലിഞ്ഞ രണ്ട് കണങ്കാലുകൾ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റേത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കുന്നു. കാണാൻ സാധിക്കുമ്പോൾ മനുഷ്യന്മാരെയും അവിടെ തൂക്കുന്നതാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, പരലോകത്ത് വെച്ച് അമലുകൾ തൂക്കപ്പെടുന്നത് പോലെ, അമലുകൾ എഴുതിയ ഏടുകൾ തൂക്കപ്പെടുന്നത് പോലെ അമലുകൾ ചെയ്ത ആമലുകളെയും അതിന് പ്രവർത്തിച്ച ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്നുണ്ട്. ഈ ഹദീസിൽ രണ്ട് തെളിവുകളുണ്ട്. ഒന്ന്, അമലുകൾ ചെയ്ത ആളെ തൂക്കുമെന്നുള്ളതിന് തെളിവുണ്ട്. രണ്ട്, ഭൂമിയിൽ ഉണ്ടാകുന്ന മനുഷ്യന്റെ ഭാരമായിരിക്കുകയില്ല പരലോകത്ത് അവിടെ തൂക്കപ്പെടുക എന്നാണ്. അദ്ദേഹം വളരെ മെലിഞ്ഞ വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ തുലാസിൽ അതുണ്ടാക്കിയ പ്രതിഫലം എന്ന് പറയുന്നത് ഉഹുദ് അവിടെ തൂക്കിയാലുണ്ടോ അതിനേക്കാളും ഭാരമുണ്ടായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ തൂക്കുന്ന മീസാനിനെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. ആകാശഭൂമികൾ കൊള്ളാൻ വിശാലതയുള്ള കാര്യമാണ് ആ തുലാസുകൾ എന്ന് കാണാൻ സാധിക്കും. അത്രയും വലിയ തുലാസാണ്. ആകാശഭൂമികൾ അതിലേക്ക് കൊള്ളിക്കാൻ പറ്റും. അത്ര വലിയ തുലാസുകളാണുള്ളത്. അതിന്റെ രൂപവും പറഞ്ഞു തന്നിട്ടുണ്ട്. ദുനിയാവിലുള്ളതുപോലെ തുലാസിന്റെ രൂപമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊരു ലിസാനുമുണ്ട്, അതിന് നീഡിലുണ്ട്, രണ്ട് തട്ടുകളുമുണ്ട്. ആ തട്ടിന്റെ വലിപ്പം ആകാശഭൂമികളെ കൊള്ളാൻ മാത്രം വലുതാണ് എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ സഹോദരങ്ങളെ, അപ്പോൾ ആളുകൾ അവരുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടല്ല, മറിച്ച് ഈമാനിന്റെയും അമലുസ്സാലിഹാത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തൂക്കപ്പെടുക. അത് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നഹു ലയഅതി റജുലുൽ അളീമുസ് സമീൻ യൗമൽ ഖിയാമ, നല്ല തടിച്ചു കൊഴുത്ത ഒരാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊല, പക്ഷേ ഒരു കൊതുകിന്റെ ചിറകിനോളം പോലും അവന് ഭാരമുണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ഇഖ്റഊ, നിങ്ങൾ പാരായണം ചെയ്യുക, ഫലാ നുഖീമ ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അന്നേ ദിവസം ആ കാഫിറുകൾക്ക് അവിടെ ഖിയാമത്ത് നാളിൽ ഒരു തൂക്കവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഫറായ വിശ്വാസമാണ് അവരുടെ ഹൃദയത്തിലുള്ളത് എങ്കിൽ അവന് സൽക്കർമ്മങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു കൊതുകിന്റെ ചിറക് അതിൽ വെച്ചാൽ എന്തുമാത്രം ഭാരം കുറവാണ്, അത്രേ അവരുണ്ടാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ചെയ്യുന്ന എത്ര നിസ്സാരമായ പ്രവർത്തനങ്ങളാണെങ്കിലും അത് കാണും. നാം ചെയ്യുന്ന എത്ര നിസ്സാരമായ നന്മകളാണെങ്കിലും അത് കാണും, തിന്മകളാണെങ്കിലും അത് കാണും എന്ന് ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഈ സൂറത്തിന്റെ അവസാനത്തിലുള്ളത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അത് ഭൂമി അതിന് സാക്ഷ്യം വഹിക്കും എന്നുള്ളത് നേരത്തെ നാം മനസ്സിലാക്കേണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ രൂപത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സംഭവിച്ചു പോയ തിന്മകൾക്കെല്ലാം തൗബ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരണപ്പെടുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ നാവ് കൊണ്ട് ഉച്ചരിച്ച് മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.